ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓഫീസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ മാഡത്തിനോട് ചോദിക്കുന്നില്ല. കാരണം മാഡത്തിനെ പോലെ ഒരാൾ പ്രതീക്ഷിക്കുന്നതൊന്നും എൻ്റെ ഓഫീസിലെ കാഴ്ചകളിലില്ല. നോ നോ നവീൻ, യു ആർ റോങ്. നവീന്റെ ഓഫീസ് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? സിമ്പിൾ ആൻഡ് എലഗന്റ്. ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ഓഫീസും ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ മമ്മിയോട് പറയായിരുന്നു. കഥ എനിക്ക് നവീനോട് സംസാരിക്കാനുണ്ട്. മണിക്കുഞ്ഞ് ചെന്ന് കോഫി പറ. ശരി സർ. മാഡം പറയൂ. നവീൻ, ചിലപ്പോ എന്റെ സ്വാർത്ഥതയാവാം. അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹത്തിന് അങ്ങനെയൊരു പേരുണ്ടല്ലോ. എന്റെ മകൾ നവീന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ കുടുംബത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം. നവീനോട് മാത്രമല്ല, ആ കുടുംബത്തിലുള്ളവരോട് മുഴുവനും അവള് പൊരുത്തപ്പെട്ടു പോവെന്ന് എനിക്കറിയണം. എന്താ മമ്മി? ഒരു വിവാഹമാവുമ്പോ ഇരുഭാഗത്തു നിന്നും ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഞാൻ അതിനൊന്നും എതിരല്ല. മാമിന് പറയാനുള്ളത് കേട്ടിട്ട് നവീൻ അഭിപ്രായം പറയാം. ഗാഥയെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുക, വിവാഹത്തിന് മുൻപ്. ഗാഥ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വന്ന് നിൽക്കട്ടെ. തറവാട്ടിലുള്ളവരെ എല്ലാം പരിചയപ്പെടട്ടെ, അടുക്കട്ടെ. അതിനുശേഷം അവള് കംഫർട്ടബിൾ ആണെന്ന് അവക്കും എനിക്കും തോന്നി നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾ കോഫി കുടിക്കും. തറവാടിന്റെ രീതികൾ അനുസരിച്ച് അങ്ങനെ ഒരു കാര്യം ബുദ്ധിമുട്ടാ. എന്റെ ചോദ്യം നവീനോടായിരുന്നു. മാഡത്തിന്റെ ഉദ്ദേശം എനിക്ക് പിടികിട്ടി. തറവാട്ടിലേക്ക് വന്നു കയറുമ്പോ ഗാഥ അവിടെ ഒരു അപരിചിതയാവാൻ പാടില്ല. മാണിക്കുഞ്ഞ് പറഞ്ഞത് സത്യമാ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു തറവാടിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ആവശ്യങ്ങളെല്ലാം വളരെ വിചിത്രമായിട്ട് അവർക്ക് തോന്നും. ബട്ട് ഞാൻ സമ്മതിച്ചു. ഗാഥ, നമ്മൾ തമ്മിൽ അടുത്ത് തന്നെ ഒരുപാട് പ്രത്യേകതകളിലൂടെ. സോ നമ്മുടെ വിവാഹത്തിനും ചില പ്രത്യേകതകളായിക്കോട്ടെ. വീട്ടിലുള്ളവരായിട്ട് ഞാൻ സംസാരിക്കാം. അത് കഴിഞ്ഞ് വിവരം അറിയിക്കും. ഓക്കെ? ഓക്കെ. തൽക്കാലം ഇത് സാധ്യതകളൊന്നും ഇല്ലാത്തൊരു ഉടമ്പടിയാണ്. ആഫ്റ്റർ ദിസ് നമുക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ കണ്ടു പരിചയപ്പെട്ട അമ്മമാരിൽ നിന്ന് സിത്താര ശ്രീനിവാസിന് വളരെ വ്യത്യാസമുണ്ട്. ബട്ട് I like it. Okay, ma'am.